നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഇന്ന് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ VJ ഇക്കിഗായ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലെ സൈക്കോളജിസ്റ്റ് മിനി. മാം, നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. മാം, ഇന്ന് സ്ത്രീകളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നവരാണ്. അതായത് കുടുംബം, അതുപോലെ തന്നെ ജോലി, എല്ലാ മേഖലകളിലും ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവർക്ക് പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്. അപ്പോൾ നോർമലി ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലാണ് സ്ത്രീകൾ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്? സ്ത്രീകളിലെ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും സ്ട്രെസ്സാണ്. അതായത് മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം. ഇതുണ്ടാകാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഇന്നുണ്ട്. അതായത് സ്ത്രീകൾ എപ്പോഴും കുടുംബം, സമൂഹം, ബന്ധങ്ങൾ ഇതെല്ലാം വളരെയധികം വിലമതിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പം ഈ ഏരിയകളിൽ, അതായത് കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം തന്നെ സ്ത്രീകളിൽ മാനസികമായ സമ്മർദ്ദത്തിന് കാരണമുണ്ടാക്കുന്നുണ്ട്. ഇവർ ഈ ഏരിയകളെല്ലാം തന്നെ വളരെ പെർഫെക്ഷനായി നടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അത് അവരിൽ ഒരു സ്ട്രെസ് ഫാക്ടറായിട്ട് അനുഭവപ്പെടാം. അതൊരു കാരണം. പിന്നെ സ്ത്രീകൾ ഇന്നത്തെ ഒരു 85% സ്ത്രീകളും എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. അപ്പോൾ ഈ ജോലിയും കുടുംബവും ഇത് തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൽ അവരൊരുപാടധികം ഇങ്ങനെ മാനസികമായ സമ്മർദ്ദങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവർ നന്നായി പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കുടുംബത്തിൽ ആണെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പല കുടുംബ കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. അത് നോർമലി അവരുടെ ധാരണയാണ്, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് അവരിലൊരു സ്ട്രെസ് ഫാക്ടറാവും. അപ്പോൾ കൂടുതൽ കുടുംബത്തെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ജോലി സ്ഥലത്ത് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ ജോലി സ്ഥലത്തും അവർക്കൊരു സ്ട്രെസ് ഫാക്ടർ വരും. അങ്ങനെ മൊത്തമായിട്ട് അവരിൽ ഇത് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് പോകാൻ കഴിയാതെ വരുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസുകൾ, അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ. അതായത് BP, ഷുഗർ, അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഇതെല്ലാം തന്നെ സ്ത്രീകളിൽ സ്ട്രെസ് ഫാക്ടറിന് കാരണമാകും. പിന്നെ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് PTSD എന്ന് പറയും. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് ഇവരുടെ ബാല്യകാലത്തിലോ കൗമാരകാലത്തിലോ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സ്ട്രെസ് ഫാക്ടർ അത് ഇവരുടെ മനസ്സിനെ കാര്യമായി സ്പർശിച്ചിരിക്കും. അപ്പോൾ ഇവരുടെ യൗവനകാലത്തും ഈ ഒരു സ്ട്രെസ് ഫാക്ടറിൽ കൂടെ ആയിരിക്കും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ത്രൂ ഔട്ട് ലൈഫിൽ സ്ട്രെസ് ഫാക്ടറിന് കാരണമാവും. ഇവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൽ പെടും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിത സാഹചര്യത്തിൽ നേരിടേണ്ടി വരുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ള ഒരു കാര്യം അത് അവരിൽ സ്ട്രെസ് ഫാക്ടറിന് കാരണമാക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രസവാനന്തരം സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ അതും അവരിൽ മാനസിക സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു മാനസിക സംഘർഷത്തിനുള്ള കാരണമാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതായത് ചില ചിന്തകൾ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരും. ആവർത്തിച്ച് വരുന്ന ചിന്തകൾക്ക് പരിഹാരമായിട്ട് തന്നെ ആവർത്തിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അവലംബിക്കാനുള്ള ഒരു സാധ്യത ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ കണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻസിൻ്റെ ആഡുകൾ കാണും. ഈ പരസ്യങ്ങൾ ഈ സ്ത്രീകളെ ഒരുപാട് സ്വാധീനിക്കും. അതായത് 99.9 കീടാണുക്കളെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ നോർമൽ ആളുകൾ ഇത് നല്ല പ്രോഡക്റ്റാണെന്ന് ചിന്തിക്കും. പക്ഷേ OCD ഉള്ള വ്യക്തികൾ ഇതിൽ 0.1 എന്നുള്ള ആ ഒരു
ഫാക്ടറിൽ ഇതിൽ അണുക്കളുണ്ട്, ആ ഒരു ജേംസിനെ കുറിച്ച് ഇവർ വളരെയധികം ഉത്കണ്ഠാകുലരായിരിക്കും. അപ്പോൾ ഈ ഒരു ചിന്ത ഇവരിൽ ആവർത്തിച്ച് വരുന്നതനുസരിച്ച് ഇതിനുള്ള പരിഹാരം ആവർത്തിച്ച് അവർ ചെയ്യാൻ തുടങ്ങും. അതായത് കീടാണുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തുടർച്ചയായ വൃത്തിയാക്കലുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കള്ളന്മാരെ കുറിച്ച് ഇവർ വളരെയധികം കോഷ്യസ് ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എപ്പോഴും വീട്ടിലേക്ക് കള്ളൻ വരുമോ, അക്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഡോറ് ലോക്ക് ചെയ്യാനും എല്ലാം പിന്നെ ഒരുപാട് അതിനുള്ള മെഷേഴ്സ് അവലംബിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡോറ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ ഇവർക്ക് സമയബന്ധിതമായി എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്താൻ സാധിക്കാതെ വരും. ഇപ്പോൾ വർക്ക് പ്ലേസിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവർ കൂടുതൽ സമയം ഡോറ് ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തും. അപ്പോൾ അവർക്ക് വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പെർഫെക്ഷൻ ഇല്ലാതെ ഒരവസ്ഥ വരുമ്പോൾ ഇവരിൽ ഈ ഒരു അവസ്ഥ സ്ട്രെസ് ഫാക്ടറിന് കാരണമായിരിക്കും. അത് ആങ്സൈറ്റിക്കും ഡിപ്രഷനും എല്ലാം വഴിതെളിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാരണമാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്ട്രെസ് ഫാക്ടറാണ് പോസ്റ്റ്മോർട്ടം ഡിസോർഡർ അഥവാ പോസ്റ്റ്മോർട്ടം സിൻഡ്രം. ഇത് കൂടുതലും പ്രസവാനന്തരാണ് സ്ത്രീകളിലേക്ക് വരുന്നത്. ഇതിൻ്റെ കാരണം ഹോർമോണൽ ഇംബാലൻസുകളാണ്. പ്രസവശേഷം സ്ത്രീകളിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോണുകളുടെ കുത്തനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവും. ആ സമയത്ത് ഇവർക്ക് ഒരു അരക്ഷിതാവസ്ഥ തോന്നാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത്, എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെയും എൻ്റെയും ഭാവി എന്തായിരിക്കും, എങ്ങനെയാണ് മാതൃത്വം വളരെ പെർഫെക്റ്റായിട്ട് നിർവഹിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഈ സമയത്ത് സ്ത്രീകളെ അലട്ടാൻ തുടങ്ങും. ഇത് ഇവരിൽ മാനസിക സംഘർഷത്തിന് കാരണമാകും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിനെ വേണ്ടത്ര രീതിയിൽ പരിചരിക്കാൻ സാധിക്കാതെ വരിക, മറ്റുള്ള ആളുകളുമായിട്ട് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്താനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ വ്യക്തികൾ എപ്പോഴും അവരവരുടെ സത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇന്ന് കൂടുതലായിട്ടും ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ഈ ബോഡി ഷെയ്മിങ് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ശരീരത്തിൻ്റെ ചില പ്രത്യേക കാര്യങ്ങളെടുത്ത് അവരെ ആ ഒരു കാര്യം വെച്ച് വിമർശിക്കുമ്പോൾ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രെസ് ഫാക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാരണമാണ് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്. സ്ത്രീകളെ ഇന്ന് വളരെയധികം സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. എങ്ങനെ ഓരോ ആവശ്യങ്ങളും മുൻകൂട്ടി നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ നിർവഹിക്കണം, അതിനുള്ള ഫിനാൻസ് എങ്ങനെ കണ്ടെത്തണം എന്നുള്ള അമിതമായ ചിന്ത മൂലം പല സ്ത്രീകളിലും സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം വരും. അപ്പോൾ മാം ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. നമുക്ക് സ്വയം മനസ്സിലാക്കാൻ, അതായത് ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അത് സിംറ്റംസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇത്തരത്തിൽ നമുക്കൊരു മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു അസുഖത്തെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത്. സ്ട്രെസ്സിന് കൂടുതലായിട്ടും വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ഉറക്കമില്ലായ്മയായിരിക്കും. അതായത് ചില ആളുകൾക്ക് ഒട്ടും ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും. അതല്ല, ചിലർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ചില ആളുകളിൽ അമിതമായ ഉറക്കവും സ്ട്രെസ് മൂലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടാകും. അതായത് നിരന്തരമായിട്ടുള്ള തലവേദന, നിരന്തരമായിട്ടുള്ള വയറുവേദന, അതുപോലെ മസിൽ പെയിൻ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഫാക്ടർ കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിരിക്കുമെന്ന്, പക്ഷെ ഒരിക്കലുമല്ല. പിന്നെ അതുപോലെ ഇവർ സ്ട്രെസ് ഫാക്ടർ അമിതമാകുമ്പോൾ ചില വ്യക്തികൾ അത്രയും ഡിപ്രസീവായിരിക്കും. അതായത് എപ്പോഴും ഒരു നിരാശ അവരെ നയിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സ്ഥിരമായി ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടായിരിക്കില്ല.
ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ താല്പര്യമില്ലായ്മയോടെ ആയിരിക്കും ഇരിക്കുക. ചിലപ്പോൾ ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഉത്കണ്ഠ, അതായത് ആങ്സൈറ്റി ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ഈ അവസ്ഥയിൽ സ്ത്രീകൾ പലപ്പോഴും വിശ്രമിക്കാൻ പോലും മറന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും. എപ്പോഴും ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അത്രയും ധൃതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഇവരിൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും. ചില സ്ത്രീകളിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടും. ഇവർ ഭക്ഷണം കഴിക്കുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയോ മണോ എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ അമിതമായ വിശപ്പ് ഇവർക്ക് അനുഭവപ്പെടാം. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഭക്ഷണത്തിൻ്റെ രുചി, ഗുണം, മണം, നിറം ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കില്ല. വിശപ്പിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്ന് മാത്രമായിരിക്കും. പിന്നെ അതുപോലെ സാമൂഹ്യമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ ഉണ്ടാവില്ല. ഇവർക്ക് എവിടെയെങ്കിലും വീട്ടിൽ തന്നെ ആയിരിക്കും എപ്പോഴും. വീട് വിട്ട് പുറത്തിറങ്ങാൻ ഇവർ ഇഷ്ടപ്പെടില്ല. എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വരുന്നില്ല, ഇല്ല, ഇങ്ങനെയുള്ള ഒരു ഉത്തരങ്ങളായിരിക്കും ഇവർ കൂടുതലായിട്ടും പറയുക. പിന്നെ അതുപോലെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിൽ നിന്ന് ഈ ഒരു അവസ്ഥ, ഈ ഒരു സ്ട്രെസ് ഫാക്ടർ സ്ത്രീകളെ അകറ്റി നിർത്തും. അതായത് ഇവർക്ക് നമ്മൾ ദിവസേനയുള്ള പേഴ്സണൽ ഹൈജീൻ അത് പാലിക്കാനുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവും. പലപ്പോഴും കുളിക്കാതെ ഇരിക്കാം, പല്ല് തേക്കാതെ ഇരിക്കാം. പിന്നെ അതുപോലെ കുളിക്കാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ദിവസങ്ങളോളം കുളിക്കാതെ ഇരിക്കാം, പല്ല് തേക്കാതെ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സുകൾ മാറ്റാതെ, അതുപോലെ നമ്മൾ മുഷിഞ്ഞ ബെഡ്ഷീറ്റ് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് ഓവറായി വരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ അവർ ടോയ്ലറ്റ് ഹാബിറ്റുകളിലെല്ലാം മാറ്റം ഉണ്ടായിരിക്കും. അത് ഈ കുറച്ചും കൂടെ അപകടകരമായൊരവസ്ഥയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ പെട്ടെന്ന് കരച്ചിൽ, അത് സാധാരണഗതിയിലുള്ളൊരു കരച്ചിലായിരിക്കില്ല, വളരെ ശബ്ദം എടുത്തുകൊണ്ടുള്ള ഒരു കരച്ചിൽ, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നിലവിളിയുടെ ഒരു രീതിയിലേക്ക് എത്താം. ഇതൊക്കെയാണ് കൂടുതലായിട്ടും സ്ത്രീകളിലുള്ള മാനസിക സംഘർഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പലരിലും അത്തരത്തിലുള്ളൊരു മാനസിക അവസ്ഥ കാണാറുണ്ട്. അത് ഏകദേശം സ്വയം മാറുന്നതാണോ, അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് അനിവാര്യമാണോ? തീർച്ചയായിട്ടും അത് സ്വയം മാറുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരു പ്രത്യേക ഘട്ടം എത്തുകയാണെങ്കിൽ മാത്രം ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ ആഫ്റ്റർ ഡെലിവറി സ്ത്രീകളിലെ ഹോർമോണിൻ്റെ വേരിയേഷൻസ് വളരെ വേഗതയിൽ നടക്കും. അപ്പോൾ കൂടുതലായിട്ടും അതിൽ വേരിയേഷൻ ഉണ്ടാകുന്ന ഹോർമോൺസ് ഈസ്ട്രജനും അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഹോർമോണിലാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെ വേരിയേഷൻ്റെ ഫലമായിട്ട് സ്ത്രീകളിൽ ഒരു തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അവരിൽ അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഒരു വിഷാദാവസ്ഥ, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഉത്കണ്ഠയ്ക്കുള്ള കാരണങ്ങൾ വരുന്നത് പുതിയതായിട്ട് എത്തുന്ന ഒരു മാനസികാവസ്ഥയാണ് മാതൃത്വം. അതെങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കും, എങ്ങനെ കുട്ടിയെ പരിചരിക്കണം, എങ്ങനെയാണ് കുട്ടിയുടെ ഓരോ ആവശ്യങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കി ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരുപാട് മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊരു സ്ട്രെസ് ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള വേദന, അതുപോലെ ഇതിപ്പോൾ സിസേറിയൻ ആണെങ്കിലും ആ സർജറിയുടെ വേദന, ഈ 2 പെയിൻഫുൾ കണ്ടീഷൻസ് സ്ത്രീകളിൽ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് വഴിമാറാം. ഇങ്ങനെ വരുമ്പോൾ ഇവർ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് കുട്ടിയെ പരിചരിക്കുന്നതിൽ അനാസ്ഥയുണ്ടാവും. അതുപോലെ കുട്ടികൾ ഇപ്പം കൊച്ചുങ്ങൾ കരയുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഒരുപാട് സമയം ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു പ്രവണത,
ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ പോലും അതിനെ പ്രതികരിക്കുന്ന അവസ്ഥയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ പോസ്റ്റ് പോർട്ടം സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിൽ സ്ത്രീകൾ പ്രധാനമായും കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ. ഇത് തീർച്ചയായിട്ടും സുഖപ്പെടുത്താവുന്ന അവസ്ഥ തന്നെയാണ്. അതിനെ കൂടുതലായിട്ടും കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെയും വളരെ വാത്സല്യപൂർവ്വമായിട്ടുള്ള സമീപനങ്ങൾ, സ്ത്രീകൾക്ക് കൊടുക്കുന്ന കരുതൽ, പരിചരണങ്ങൾ, ഇതെല്ലാം ഇതിന് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സേവനവും ഒരു കൗൺസിലറുടെ സേവനവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ കണ്ടീഷനിൽ ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾക്ക് കൊടുത്തു വരുന്ന പ്രസവാനന്തര ശുശ്രൂഷകൾ, ഇത് ഈ പോസ്റ്റ് പോർട്ടം സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയെ മറികടക്കാൻ ഒരു പരിധിവരെ സ്ത്രീകളെ സഹായിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ സ്ത്രീകളുടെ ഡയറ്റിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മാം, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അതിപ്പോൾ വീട്ടിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും ആവശ്യത്തിലധികം ചിന്തിച്ചു കൂട്ടുന്നതാണോ യഥാർത്ഥത്തിൽ ഈ ഒരു സ്ട്രെസ്സിന് കാരണമാകുന്നത്? ആവശ്യത്തിലധികം ചിന്തിച്ചു കൂട്ടുന്നത് സ്ട്രെസ്സിനൊരു കാരണമായിരിക്കും. പക്ഷേ സ്ട്രെസ്സ് വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടാനുള്ള ഒരു സാഹചര്യം. അതായത് മാറി വരുന്ന ജീവിത സാഹചര്യത്തെ നിലവിലുള്ള സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് സ്ത്രീകൾ കൂടുതലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൽ ചില ഇംപെർഫെക്ഷൻസ് സ്ത്രീകളുടെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് അപ്രീസിയേഷൻസ്, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പുകഴ്ത്തൽ, ഒരു അംഗീകാരം, ഇതിനെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഏതൊരു സ്ത്രീക്കും ഉള്ളത്. അപ്പോൾ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും കണ്ടിന്യൂസ് ആയിട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സ്ട്രെസ് ഫാക്ടറിന് കാരണമാക്കാം. പിന്നെ അതുപോലെ നമ്മളുടെ അല്പമല്ല നല്ല രീതിയിൽ സ്പീഡുള്ള ഒരു ലിവിങ് കണ്ടീഷനാണ് ഇന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ചില അവസരങ്ങളിൽ പൊരുത്തപ്പെട്ട് പോരാനായിട്ട് സ്ത്രീകളിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് മറ്റുള്ള ആരുടെയെങ്കിലും കണ്ണിൽ അതൊരു കുറവായിട്ട് അനുഭവപ്പെട്ട് അവരവിടെ അത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ആ ഒരു അവസ്ഥ സ്ട്രെസ് ഫാക്ടറിന് കാരണമാകുന്നത്. എപ്പോഴും ഒരു വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അംഗീകരിക്കുക, കുറവുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയുണ്ടാവുക, എല്ലാത്തിലും പെർഫെക്ഷൻ ആഗ്രഹിക്കാതിരിക്കുക, ചെറിയ ചെറിയ വീഴ്ചകൾ എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് സ്ത്രീകൾക്ക് പലപ്പോഴും അന്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഇത് സ്ത്രീകളിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് കണ്ടുവരുന്നൊരവസ്ഥയാണ്. ഇതിൽ നിന്നും സ്വയം മാറാനുള്ളൊരു ചിന്താഗതിയാണ് സ്ത്രീകളിലേക്ക് വളർത്തിയെടുക്കേണ്ടത്. ആരും അംഗീകരിച്ചില്ലെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അതുപോലെ ബോഡി ഷെയ്മിങ് ഉണ്ടായാലും ഒന്നും എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ചിന്താഗതി ഇന്നത്തെ സ്ത്രീകളിലേക്ക് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ സുഗമമായിട്ടുള്ളൊരു ജീവിതം അത് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ളൊരു മാനസിക സംഘർഷം നേരിടുമ്പോൾ അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാൻ പല സ്ത്രീകൾക്കും മടിയാണ്. കാരണം അത്തരത്തിലൊരു പ്രശ്നം പറയുമ്പോൾ അത് എങ്ങനെയാണ് പൊതുസമൂഹം കാണുക എന്നുള്ളത് മറ്റൊരു സ്ട്രെസ്സിലേക്കാണ് നയിക്കുന്നത്, അല്ലേ ഡോക്ടർ? അതെ, അതായത് സ്ത്രീകളിൽ എപ്പോഴും സ്ത്രീകൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അതായത് അപ്പോൾ അവർ എന്നെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുമോ, അതായത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളും സ്വീകരിക്കാൻ മാത്രം പാകപ്പെടുത്തിയിട്ടുള്ള ഒരു മനസ്സോടുകൂടി ആണ് സ്ത്രീകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ തെറ്റാണ്. നെഗറ്റീവ് കമൻസും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉണ്ടാവുന്നത്. അതനുസരിച്ച് വേണം പെരുമാറാൻ. അപ്പോൾ ഒരു തെറപ്പിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ
ആരെങ്കിലും പരിചയമുള്ളവർ കാണുമോ, അല്ലെങ്കിൽ ഞാൻ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്ന വ്യക്തിയാണ് എന്നറിയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള റിജക്ഷൻ എനിക്ക് വരുമോ, അല്ലെങ്കിൽ എന്നെ ഒരു മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തുമോ എന്നുള്ളതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകളുടെ പുറകിൽ പോകുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ആരോഗ്യ പ്രശ്നത്തെ പുറത്ത് പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആ ഇമോഷൻസ് എല്ലാം സപ്രസ്ഡ് ആയിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ സ്ട്രെസ് ഫാക്ടർ നോർമൽ ലൈഫ് ഇമ്പോസിബിൾ ആക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നോർമലി വീട്ടിലായാലും അല്ലെങ്കിൽ ഓഫീസിലായാലും പല സിറ്റുവേഷൻസ് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കാൻ എന്തൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം, നോർമൽ എക്സസൈസുകൾ ചെയ്യാം, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടാം, അതായത് ഇഷ്ടമുള്ള ഒരു ഹോബിയിൽ ഏർപ്പെടാം, അതല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാം, അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചെറിയ പർച്ചേസുകൾ ചെയ്യാം. ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ഒരുപാട് സ്ട്രെസ് റിലീഫിങ് ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് അറിവില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ കുറച്ചും കൂടെ വസ്തുനിഷ്ഠമായിട്ട് പഠനങ്ങൾ ആരംഭിക്കാം. ഇതെല്ലാം സ്ട്രെസ് റിലീഫിങ് ആക്ടിവിറ്റീസാണ്. പിന്നെ അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അത് ഇന്ന് പല സ്ത്രീകളിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൻ്റെ കുറവുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതല്ല, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് കൂടുതലും ഇപ്പോൾ സ്ട്രെസ് റിലീഫിങ്ങിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, സീഡുകൾ ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് സിട്രസ് ആയിട്ടുള്ള പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ സാധാരണയിൽ വരുന്ന വാഴപ്പഴം, അങ്ങനെയുള്ള പപ്പായ, ഇങ്ങനെയുള്ള നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, ധാരാളം വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഇതിനെല്ലാം പുറമെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് സ്ട്രെസ് റിലീഫിന്. പിന്നെ അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇതെല്ലാം ചെയ്തിട്ടും എന്നിൽ സ്ട്രെസ് ഫാക്ടർ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഒരു ഉറപ്പുണ്ടാകുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ പറയുകയാണ് നിങ്ങളൊരു സ്ട്രെസ് ഫാക്ടർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മടിക്കാതെ തന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇന്ന് ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് സ്ത്രീകളിലെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ്. മാം വളരെ കൃത്യമായിട്ട് അത് നമുക്ക് പറഞ്ഞു തന്നു. പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളിലെ മാനസിക സംഘർഷം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായിട്ട് ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ യോഗ, അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം, അമിതമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഡയറ്റും നമ്മൾ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.